ഇവനാണ് കേട്ടോ ജിമ്മി. അവന് വയ്യ. അവന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ 2 മാസമായിരുന്നു. ഞങ്ങൾ എടുത്തുകൊണ്ടിരുമ്പോൾ 2 മാസമായിരുന്നു. ഇപ്പോൾ 3 മാസം കൂടെ 5 മാസം. അവനിപ്പോൾ വയ്യായിട്ട് അവന് ഛർദ്ദിൽ 2 ദിവസം ഒന്നും കഴിക്കുന്നുമില്ല. വരുന്ന വെള്ളം പോലെ പോകുന്നു. എന്താണെന്നൊന്നും അറിയില്ല. എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. നല്ല സുന്ദരനായിരുന്നു. ഇപ്പോൾ ഉണങ്ങി അങ്ങ് അറ്റം പറ്റിയവൻ. ഒട്ടും അവനെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒരു കാലത്തും ഡോക്ടർമാർ കാണത്തില്ല. എന്തിനാണ് എന്തോ അവർ പൈസയും വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. ഒരു കാലത്ത് അവിടെ ഡോക്ടർമാർ കാണത്തില്ല. വെറുതെ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞ് എടുത്തിട്ട് അവിടെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും. അവിടെ നമ്മളിവിടുത്തെ കണ്ടുകൊണ്ട് പറയുന്നത് കാണത്തില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അവർ നല്ല സർവീസും ചെയ്ത് തരും. പിന്നെ നല്ല നീറ്റുമാണ് ക്ലീനുമാണ്. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ ചെന്ന് കയറുമ്പോഴേ നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയാണെങ്കിൽ ഒരു സ്മെല്ല് പോലും ഇല്ല. അത് ബാക്കിലൊക്കെ 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാൻ കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് പോലും സ്മെല്ലൊന്നുമില്ല. പിന്നെ ഈ ഹോസ്പിറ്റലാണെങ്കിൽ അടിപൊളി ഹോസ്പിറ്റലാണ്. നല്ല സർവീസാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് അടുത്ത വീഡിയോ ഇടാൻ കേട്ടോ. അവർ പറഞ്ഞത് അവൻ്റെ വൈറൽ ഇൻഫെക്ഷനാണ്. പിന്നെ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ തന്നാണ്. ട്രിപ്പൊക്കെ ഇട്ടായിരുന്നു. എന്നിട്ട് ഞാൻ പാസ്പോർട്ട് പൊട്ടിക്കാതെ കേട്ടോ അവരെ കൊണ്ടുവന്നു. കാരണം ഞാൻ വണ്ടി വിളിച്ചാണ് വന്നത്. അപ്പോൾ വേറൊരു വണ്ടി വിളിക്കുമ്പോൾ നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ. പിന്നെ നമ്മൾ ഒന്നിനെ എടുത്തുകൊണ്ട് വന്ന് സ്നേഹിച്ച് വളർത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അവരെ എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം നമ്മൾ. അതാണ് നമ്മൾ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.